നമസ്തേ. മൈനാഗപ്പള്ളി ഇപ്പോൾ കേരളമൊട്ടാകെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. കുപ്രസിദ്ധിയാണ്. അതായത് ഇവിടെ നടന്ന ഒരു ആക്സിഡന്റ് മുഖാന്തിരമാണ് വാർത്തകളിലൊക്കെ മൈനാഗപ്പള്ളി എന്ന സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ഒരു വീട്ടമ്മയെ കൊന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. മദ്യലഹരിയിൽ സുഹൃത്തിനോടൊപ്പം വാഹനം ഓടിച്ചു വന്ന ഒരാൾ വളരെ നിഷ്ഠൂരമായിട്ട് ആ സ്ത്രീയുടെ മുകളിൽ കൂടി വണ്ടി കയറ്റി കൊന്നു. ഇതുപോലൊരു സമാനമായിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിരുന്നു. ഉത്രാടത്തിന്റെ അന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മൈനാഗപ്പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, തീരെ ലക്കും ലഗാനുമില്ലാതെ വണ്ടി ഓടിക്കുന്നു മദ്യലഹരിയിൽ എന്ന് പറയത്തില്ലേ, അത് തന്നെ. പുള്ളിക്കാരൻ ഇങ്ങനെ ഇടത്തോട്ട് പോവും, വലത്തോട്ട് പോവും, നടുക്കൂടെ വരും. എതിരെ വരുന്ന വണ്ടിക്കാരുടെയൊക്കെ സത്യം പറഞ്ഞാൽ നമിച്ചുപോയി ഞാൻ. കാരണം അത്രത്തോളം കൺട്രോളിൽ അവർ വന്നതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ മരണപ്പെടാതിരുന്നത്. അപ്പൊ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഇദ്ദേഹം ഒരു ആക്സിഡന്റിൽ, ഈ മനുഷ്യനൊരു ആക്സിഡന്റിൽ പെട്ടിരുന്നോ എങ്കിൽ ഈ എതിരെ വന്ന വാഹനത്തിനെയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ സൈഡിലേക്ക് കയറി വന്നാൽ നമ്മളാണെങ്കിൽ കൂടി അവരായിരിക്കും ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുക. പിന്നെ അതുപോലെ തന്നെ ഈ മനുഷ്യനെ കാത്തിരിക്കുന്ന കുറച്ചു പേര് പുള്ളിക്കാരന്റെ വീട്ടിലുണ്ടാവും. അവരായിരിക്കും ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മദ്യപിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം മദ്യപിക്കുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അത് മാത്രമല്ല, നമ്മുടെ നാടിന്റെ, അതായത് കേരളത്തിന്റെ പ്രത്യേകിച്ചും സമ്പദ്ഘടനയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് ഈ മദ്യവിൽപ്പന എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതിനാൽ നിങ്ങൾ മദ്യപിച്ചോളൂ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എവിടെയെങ്കിലും ഇരുന്ന് മദ്യപിക്കുക, സമാധാനമായിട്ട് മദ്യപിക്കുക. ഈ മദ്യലഹരിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ റോഡിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങരുത്. അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. നിങ്ങളൊന്ന് മരിച്ചുപോയി, അത് മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഈ എതിരെ വരുന്ന വണ്ടികള്, പുറകിൽ വരുന്ന വണ്ടികള്, അങ്ങനെയുള്ള മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാര്, നടന്നു പോകുന്ന മനുഷ്യര്, റോഡ് ക്രോസ് ചെയ്യുന്ന മനുഷ്യര്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മദ്യപിച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ദയവ് ചെയ്ത് ഈ മദ്യലഹരിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കുക.